ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. 8ാം ക്ലാസ്സിലെ ഹിന്ദി നമ്മുടെ യൂണിറ്റ് വരുന്നത് യൂണിറ്റ് 4 ആണ് കേട്ടോ. യൂണിറ്റ് 4ലെ സയാനി ബുവ കഹാനി മന്നു ഭണ്ഡാരിയുടെ ആണ്. അപ്പോൾ ഈ സയാനി ബുവയിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് ഹൈപ്പ് ചെയ്ത് പോയിന്റുകൾ തരിക. അപ്പോൾ നമുക്ക് നോക്കാം. സയാനി ബുവ കഹാനി മന്നു ഭണ്ഡാരി. 4ാമത്തെ യൂണിറ്റ് സാത്ത് ചലയമാണ്. അതിലെ ആദ്യ ചാപ്റ്റർ ആണ് കേട്ടോ സയാനി ബുവ. ഒരു കഹാനിയാണ്. കഹാനി നിങ്ങൾ വായിച്ചു നോക്കുക, ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. जो रपट उन्होंने 4वीं कक्षा में खरीदी थी उसे 9वीं कक्षा में आकर समाप्त किया. यहाँ बुआ के चरित्र की कौन सी विशेषता प्रकट होती है? അപ്പോൾ എന്താ പറയുന്നത്, 4ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിയ റബ്ബർ 9ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അവരത് ഉപേക്ഷിച്ചത്. ഇവിടെ അമ്മായിയുടെ സ്വഭാവത്തിൻ്റെ ഏത് വിശേഷമാണ് പ്രകടമാകുന്നത്, ഏത് സവിശേഷതയാണെന്നാണ്. ഈ അമ്മായി എന്ന് പറഞ്ഞാൽ ഈ സയാനി ബുവ, ബുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സിസ്റ്ററിനെ, അച്ഛൻ്റെ പെങ്ങളേനെയാണ് കേട്ടോ നമ്മൾ ഈ ബുവ എന്ന് പറയുക. അതുകൊണ്ട് ഞാനിവിടെ അമ്മായി എന്ന് കൊടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മാമീന്നോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അച്ഛൻ്റെ സിസ്റ്ററിനെ ഓരോ ഡിസ്ട്രിക്റ്റിൽ ഓരോ ജില്ലകളിൽ ഓരോ രീതിയിലായിരിക്കും വിളിക്കുക. അപ്പം ഞാൻ അമ്മായി എന്ന് ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. आंसर വരുന്നത് സയാനി ബുവ अपनी वस्तुओं का उपयोग करने में और उनको संभाल कर व्यवस्थित रूप से रखने में कुशल है. അപ്പോൾ അമ്മായി അവരുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലും അതിനെ സംരക്ഷിച്ച് ചിട്ടയായി വെക്കുന്നതിലും വളരെ സമർത്ഥയാണ്. ഈ മലയാളം ആൻസർ അല്ല കേട്ടോ, അത് അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ആൻസർ ഹിന്ദി മാത്രമാണ്. അടുത്തത് അന്നു നൻഹി സി ഉമ്ര മേ ഹി പ്രൗഡ് ഹോ ഗയി തി ക്യൂ. അന്നു ചെറിയ പ്രായത്തിൽ തന്നെ പക്വത നേടിക്കഴിഞ്ഞിരുന്നു, എന്തുകൊണ്ട്? ഉത്തരം വരുന്നത് ബുआ के घर में सारा काम बहुत अधिक व्यवस्था से होता था. ठीक 5 बजे उठता, फिर 1 घंटा बाहर मैदान में टहलता, चाय दूध पीता, उसके बाद अन्नू को पढ़ने के लिए बैठना होता. ऐसे करते करते वह प्राउड हो गई थी. അപ്പോൾ എന്താണ്, ഈ അന്നു വളരെ ചെറിയ പ്രായത്തിൽ അത്രയും പക്വത നേടാൻ കാരണം അമ്മായിയുടെ വീട്ടിൽ എല്ലാ ജോലികളും വളരെ ചിട്ടയായാണ് നടക്കുന്നത്. കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കും, പിന്നീട് 1 മണിക്കൂർ മൈതാനത്ത് ഉലാത്തും, ചായയോ പാലോ കുടിക്കും, അതിനുശേഷം അന്നു പഠിക്കാനായിരിക്കും. ഇങ്ങനെ ചെയ്ത് ചെയ്ത് അന്നു പക്വത നേടിക്കഴിഞ്ഞിരുന്നു. അടുത്തത് ബുവാജിനെ സുനാ തോ ബഹുത് ആനാകാനി കി. ബുവാജി കി ആനാകാനി കർനെ കാ കാരൺ ക്യാ ഹോഗ? അപ്പോൾ അവരത് കേട്ടില്ല, അമ്മായി ഇത് കേട്ടപ്പോൾ കേട്ടില്ലെന്ന് നടിച്ചു. ഇളയമ്മയല്ല കേട്ടോ, അമ്മായി കേട്ടില്ലെന്ന്, എന്താ അമ്മായിയാണേ, അമ്മായി കേട്ടില്ലെന്ന് നടിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ബുവാജി बहुत ही व्यवस्था से कार्य चलाने वाली स्त्री थी. तोड़फोड़ से तो उसे सख्त नफरत थी. अगर अन्नू को पहाड़ पर ले जाए तो सारा कार्यकलाप समय पर नहीं चलेगा. इसी के डर से बुआजी ने डॉक्टर के राय को आनाकानी की. അമ്മായി വളരെ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീയായിരുന്നു. എന്തെങ്കിലും പൊട്ടിക്കുന്നതിനോട് അവർക്ക് തികച്ചും വെറുപ്പായിരുന്നു. അന്നുവിനെ പർവ്വത പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയാൽ കാര്യങ്ങളൊന്നും സമയത്ത് നടക്കില്ല. ഈ കാരണത്താൽ ഡോക്ടറുടെ ഉപദേശം കേട്ടില്ലെന്ന് നടിച്ചു. അടുത്തത് अब तो बुआजी की चिंता का पार नहीं रहा. बुआ की चिंता क्या रही होगी? അമ്മായിയുടെ ചിന്തയ്ക്ക് അതിരുണ്ടായിരുന്നില്ല. അമ്മായിയാണ് കേട്ടോ ചിന്ത എന്തായിരിക്കും എന്നുള്ളതാണ്. भाई साहब और अन्नू के जाने के करीब 1 महीने के बाद उनका पत्र नहीं आया. दूसरे दिन भी नहीं आया, तीसरा दिन भी निकल गया. उसकी यही चिंता रही होगी कि उन्हें कुछ हो गया क्या. അപ്പോൾ ബായിസഹും അന്നും പോയി കഴിഞ്ഞിട്ട് 1 മാസത്തിന് ശേഷം അവരുടെ എഴുത്ത് വന്നില്ല. 2-3 ദിവസങ്ങളെല്ലാം കടന്നുപോയി. അപ്പോൾ എന്താണ്, വീണ്ടും 2ാമത്തെ 3ാമത്തെ എല്ലാം ഓരോ ദിവസങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കടന്നുപോയി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ചിന്തയായിരിക്കാം. ये संसार नश्वर है. बुआ के प्रति ने पत्र की शुरुआत में क्यों ऐसा उल्लेख किया होगा? അതിൻ്റെ അർത്ഥം ഈ ലോകം നശ്വരമാണ്. അമ്മായിയുടെ ഭർത്താവ് എഴുത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ പരാമർശിക്കാൻ കാരണമെന്ത്? ഉത്തരം बुआ के पति के हाथ से 50 रुपये वाले सेठ के दोनों प्याले गिरकर टूट गए. ये बताने के लिए शुरुआत में ऐसा लिखा होगा. അപ്പോൾ അമ്മായിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ വിലയുള്ള 2 കപ്പുകൾ താഴെ വീണ് പൊട്ടി. ഇത് പറയുന്നതിനായിരിക്കാം തുടക്കത്തിൽ അങ്ങനെ എഴുതിയത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക്
ആക്ടിവിറ്റീസ് ആണ്. ആദ്യം വരുന്നത് ആകെ वाक्य पढ़ें रेखांकित शब्दों की विशेषता पहचाने कहानी से ऐसे वाक्य चुनकर लिखें. അപ്പോൾ ഇതുപോലെയുള്ള വാക്യങ്ങൾ കേട്ടോ, സാത്ത് സാത്ത്, അസ്ത് വ്യസ്ത്, ഇങ്ങനെ വരുന്നത് നമ്മൾ സ്റ്റോറി വായിച്ച് അതിൽ നിന്ന് എഴുതാനാണ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. इदान आंसर्स है तो उनकी एक एक बात पिताजी हम लोगों के सामने रखते थे, एक एक कंडो. അടുത്തത് घर के उस वातावरण में मेरी भी सारी हंसी खुशियां ട്ടോ. അടുത്തത് तोड़फोड़ से तो उन्हें सख्त नफरत थी. बुआजी की अत्यधिक सतर्कता और गाने पीने की इतना कंट्रोल के बावजूद अन्नू को बुखार आने लगा. जोर शोर से अन्नू के पहाड़ जाने की तैयारी शुरू हुई. वास्तविकता जानकर बुआजी भी रोते रोते हंस पड़ी. नमूने के अनुसार बदल कर लिखे आना. अब അടുത്തത് बच्चे स्कूल जाते हैं, बच्चे स्कूल जाएंगे. ओके. അടുത്തത് उमा आम गाती है, उमा आम गाएगी. അപ്പോൾ ഇതിൽ गाएगी. चंगू क्रिकेट खेलता है, चंगू क्रिकेट खेलेगा. അടുത്തത് लड़कियां पेड़ पर चढ़ती है, लड़कियां पेड़ पर चढ़ेंगी. ओके. നെക്സ്റ്റ് സയാനി ബുവ ശീർഷക് ഈ സാർത്ഥകത पर टिप्पणी लिखिയാണ്. അപ്പോൾ ആ ഒരു ഹെഡിങ് ഇതിന് എത്രത്തോളം അനുയോജ്യമാണ് അതിനൊരു टिप्पणी ഉണ്ടാക്കുക. അപ്പോൾ ഇത് വായിക്കാം. कहानी സയാനി ബുവ का शीर्षक अत्यंत सार्थक और उपयुक्त है. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ ആണ്. सयानी शब्द का अर्थ होता है समझदार, अनुभवी और व्यवहार कुशल. बुआ एक ऐसा स्त्री पात्र का प्रतिनिधित्व करती है जो पारिवारिक रिश्तों में विशेष स्थान रखती है. इस कहानी की बुआ सारा काम इतनी व्यवस्था से करती थी जैसे एक मशीन हो. बचपन से ही वे समय की जितनी पाबंद थी कि उसे देखकर चकित हो जाना पड़ता था. जो पेंसिल वे 4वीं कक्षा से ले रही थी उसे 9वीं कक्षा में आकर समाप्त किया था. അപ്പോൾ ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഈ നമ്മൾ ഈ സ്റ്റോറി തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ എന്താ പറയുക, 4ാം ക്ലാസ്സിൽ വാങ്ങിയ ആ ഒരു പെൻസിൽ എന്താ ചെയ്തത്, 9ാം ക്ലാസ്സിൽ എത്തുന്ന വരെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. हर घड़ी वे अपनी पति और पुत्री को बातों में शामिल थी कि उन्हें कुछ आपत्ति न हो. ഭർത്താവിൻ്റെയും കുട്ടിയുടെ അവരുടെ മകളുടെയും കാര്യത്തിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാത്തിലും അവർ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു, അവർക്കൊരു അപകടം വരാതെ പ്രൊട്ടക്ട് ചെയ്തിട്ടും. सारा काम बहुत ही व्यवस्था के साथ करवाती थी. എല്ലാ ജോലിയും കറക്റ്റായി ചെയ്യും. 5 बजे उठता, 1 घंटा बाहर टहलता, उसके बाद चाय दूध होता. फिर अन्नू को पढ़ने का समय था. भाई साहब को अखबार और ऑफिस की फाइलों देखने का समय था. जो कपड़े बुआजी निकाल दे वही पहनने होते. अंत में जब അപ്പോൾ എന്താണ്, രാവിലെ 5 മണിക്ക് എഴുന്നേക്കും, 1 മണിക്കൂർ നടക്കും, പിന്നെ ചായയോ പാലോ കുടിക്കും, അന്നുവിനെ പഠിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ ഹസ്ബൻഡ് പത്രം വായിക്കും, ഓഫീസിൽ പോകേണ്ട ഫയലുകൾ നോക്കും. ഇങ്ങനെയൊക്കെ അവരുടെ ഒരു റുട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. अंत में जब अन्नू को बुखार हो जाती तो पहाड़ी पर जाने को बुआ पहले मना की थी. उनके जाने के बाद जब पत्र അപ്പോൾ അന്നുവിന് പുറത്ത് പോകാൻ അല്ലേ, പർവ്വതത്തിൽ പഹാടി കാണാൻ പോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ ബുക്കാറാണ്, അസുഖമാണ്. അപ്പോൾ അവർ ആദ്യം എതിർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ പോകുന്നുണ്ട്. അന്നു പോയതിന് ശേഷം ലെറ്ററൊന്നും വരാണ്ടിരുന്നപ്പോൾ ഭയങ്കര ചിന്തിതായി, ടെൻഷനായി. രാത്രി दुस्वप्न देखकर रोया करती थी. रात्रि दुस्वप्न कंड करणु. तोड़फोड़ से उन्हें सख्त नफरत थी. फिर भी भाई साहब के द्वारा जब प्याले का सेट टूट गया तो उन्हें माफ़ करती है और रोती हुई हंसती है. इस प्रकार सयानी बुआ न केवल मुख्य पात्र के गुणों को उजागर करता है बल्कि पाठकों के मन में उनके प्रति सम्मान का भाव भी पैदा करता है. इसलिए ये शीर्षक पूरी तरह सार्थक है. അപ്പോൾ ഇവിടെ പൂരി തര എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. നെക്സ്റ്റ് ഈ കഹാനിക്ക് ലിയെ एक अलग शीर्षक കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഹോഷിയാർ ബുവാന്ന് വേറൊരു ക്യാപ്ഷൻ കൊടുത്തു. അടുത്തത് ഇൻ വാക്യോം കെ ആശയ पर ചർച്ച കരയുമാണ്. തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും ആശയം ചർച്ച ചെയ്യുക. അപ്പോൾ ആദ്യത്തെയാണിത്. घरवालों के सारे काम मशीनों जैसी व्यवस्था से होते थे. ठीक 5 बजे सब लोग उठ जाते. फिर 1 घंटा बाहर मैदान में टहलना होता. उसके बाद चाय दूध होता. उसके बाद अन्नू को पढ़ने के लिए बैठना होता. भाई साहब भी तब अखबार और ऑफिस की फाइलों देखा करता. 9 बजते ही नहाने शुरू होता. जो कपड़े बुआ जी निकाल दे वही पहनने होते. फिर कायदे से आकर मेज पर बैठ जाओ और गाकर काम पर जाओ. बुआ बचपन में ही अपने सामान संभाल कर रखने में पट्टू थी.
आंसर, जो पेंसिल बुआ एक बार खरीदी थी वह जब तक इतनी छोटी न हो जाती कि उनकी पकड़ में भी न आए तब तक उससे काम लेती थी। जो रबड़ उन्होंने 14वीं कक्षा में खरीदी थी उसे 9वीं कक्षा में आकर समाप्त किया। अन्नू को पहाड़ बेचते समय बुआ ने सख्त हिदायत दी। आंसर, बुआ ने पहले दोनों के कपड़ों की लिस्ट बनाई, फिर जूतों की, मोजों की, गर्म कपड़े की, ओढ़ने बिछाने के सामान की, बर्तनों की। हर चीज़ रखते समय वे भाई साहब को सख्त हिदायत कर देती थी कि एक भी चीज़ गंवानी नहीं चाहिए। उन्होंने कहा, देखो ये फ्रॉक मत गो देना, 7 रुपये मैंने इसकी सिलाई दी थी, ये प्याले मत तोड़ना वरना 50 रुपये का सेट बिगड़ जाएगा। बाद में वे अन्नू पर आ गई। वह किस दिन किस समय क्या गाएगी, कब कितना घूमेगी, सब कुछ निश्चित कर दिया। बुआ की भयंकर कठोरता में कहीं कोमलता भी छिपी हुई थी। भाई साहब एक नौकर और अन्नू को लेकर चले गए। बुआ जी ने अन्नू को खूब प्यार किया, रोई भी। उनका रोना लेखिका के लिए नई बात थी। उस दिन पहली बार लगा कि उनकी भयंकर कठोरता में कहीं कोमलता भी छिपी है। അടുത്തത് സയാനി ബുവയുടെ ക്യാരക്ടർ സ്കെച്ചാണ് കേട്ടോ. അപ്പോൾ സയാനി बुआ समय की बेहद पाबंद महिला है. उनके परिवार का सारा कामकाज बनाई गई समय के अनुसार होता है. അപ്പോൾ വളരെ കൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന ഒരു ലേഡിയാണ്. അവരുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഓൺ ടൈമിലാണ് നടക്കുക. बुआ अपने परिवार के सदस्यों से बड़ी कठोरता के साथ उस समय सारणी का पालन करवाती है. उनका व्यक्तित्व पूरे परिवार पर हावी है. उनके खिलाफ बोलने का किसी का हिम्मत नहीं पड़ती. सयानी बुआ जितनी समय की पाबंद है उतनी ही खुशहाल अपनी वस्तुओं का उपयोग करने और उनको संभाल कर व्यवस्थित रूप से रखने में है. उनकी गृहस्थी जमे 15 वर्ष हो चुके हैं, पर उनके घर का सारा सामान देखकर लगता था जैसे सब कुछ कल का ही हो. अपनी किसी भी चीज़ का टूट जाना उनसे बर्दाश्त नहीं होता. एक बार नौकर से सुराही टूट गई थी तो उन्होंने इस कसूर पर बहुत पीटा था. बुआ जी को अपने घर की व्यवस्था और साज सजावट पर गर्व है. वे मानती है कि उनके बिना घर को इतना व्यवस्थित कोई नहीं रख सकता. जो बेटी उनके भाई से उनके सामने कुछ बोल नहीं सकती, उसकी बीमारी उन्हें व्याकुल कर देती है. उन्हें दुख है कि उसकी देखभाल के लिए उसके साथ पहाड़ पर नहीं जा सकती. 3 दिन तक उसका समाचार न मिलने पर वे चिंतित हो जाती है. जब अन्नू के चल बसने की गलफहमी से वे फूट कर रोने लगती है. बाद में अन्नू से सकुशल होने की बात सुनकर गिलगिलाकर हंस पड़ती है. इस खुशी में वे कीमती प्याले की टूट जाने की भी परवाह नहीं करती है. सचमुच सयानी बुआ उस नारियल फल के समान है जो ऊपर से कठोर भीतर से कोमल होता है. അപ്പോൾ ഇതാണ് നമ്മുടെ മന്നു ഭണ്ഡാരി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചുകൊള്ളുക. ആ സ്റ്റോറിയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിൽ നമ്മൾ ക്യാരക്ടർ സ്കെച്ചായിട്ട് വീണ്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിൻ്റെ അർത്ഥം പറയാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.